Welcome to our channel, Pharma Easy Learn Tutorials. നമ്മൾ ഇന്ന് ഡയസോട്ടൈസേഷൻ ടൈട്രേഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഡയസോട്ടൈസേഷൻ ടൈട്രേഷനെ നമ്മൾ സോഡിയം നൈട്രേറ്റ് ടൈട്രേഷൻസ് എന്നും വിളിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും പ്രിൻസിപ്പിൾ എന്താണെന്നും എസ്റ്റിമേഷൻ എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് പഠിക്കാം. ഡയസോട്ടൈസേഷൻ ടൈട്രേഷനകത്ത് നമ്മൾ അരോമാറ്റിക് പ്രൈമറി അമീനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അരോമാറ്റിക് പ്രൈമറി അമീനെ സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡയസോണിയം സോൾട്ടാക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ്റെ വാല്യൂ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ അരോമാറ്റിക് പ്രൈമറി അമീനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ഡയസോണിയം കോമ്പൗണ്ടിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു റിയാക്ഷനെ ഡയസോട്ടൈസേഷൻ ടൈട്രേഷൻസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സോഡിയം നൈട്രേറ്റ് ടൈട്രേഷൻ എന്നും വിളിക്കാറുണ്ട്. കാരണം ഇവിടെ ഉപയോഗിക്കുന്ന ടൈട്രൻ്റ് എന്ന് പറയുന്നത് സോഡിയം നൈട്രേറ്റ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഡയസോട്ടൈസേഷൻ ടൈട്രേഷൻ്റെ വേറൊരു പേരാണ് സോഡിയം നൈട്രേറ്റ് ടൈട്രേഷൻ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും സോഡിയം നൈട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോകരുത്. അതായത് സോഡിയം നൈട്രേറ്റ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് എന്ന് പറയുന്നത് സോഡിയം നൈട്രേറ്റ് ആണ്. ഡയസോട്ടൈസേഷൻ ടൈട്രേഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഒരു ആരോമാറ്റിക് പ്രൈമറി അമീൻ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഡയസോണിയം സോൾട്ട് കിട്ടും. അപ്പോൾ ഈ നൈട്രസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സോഡിയം നൈട്രൈറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം നൈട്രേറ്റിനെ ആസിഡിക് മീഡിയത്തിൽ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നൈട്രസ് ആസിഡ് കിട്ടും. ഈ നൈട്രസ് ആസിഡാണ് അരോമാറ്റിക് പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഡയസോണിയം സോൾട്ട് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് C6H5NH2. അത് അനിലിനാണ് ബെൻസീൻ റിങ്ങിനകത്തൊരു NH2 ഗ്രൂപ്പ് വരുന്നത്. അപ്പം ഈ ഒരു അനിലിൻ എന്ന് പറയുന്നത് അരോമാറ്റിക് പ്രൈമറി അമീനാണ്. അതും സോഡിയം നൈട്രേറ്റും HCl-ഉം റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സോഡിയം നൈട്രേറ്റും HCl-ഉം കൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നൈട്രസ് ആസിഡ് കിട്ടും. ആ നൈട്രസ് ആസിഡാണ് അനിലിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഡയസോണിയം സോൾട്ട് കിട്ടും. അതായത് C6H5N2Cl. ഡയസോണിയം എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, അതായത് ഡൈ എന്ന് പറഞ്ഞാൽ 2, അസോ റിലേറ്റ്സ് ടു നൈട്രജൻ. അപ്പോൾ 2 നൈട്രജൻ ഉള്ളൊരു കോമ്പൗണ്ടാണ് ഡയസോണിയം സോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് NaCl, അതുപോലെ വാട്ടർ. ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് കൺട്രോൾഡ് ടെമ്പറേച്ചറിലാണ്. ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഈ ഡയസോട്ടൈസേഷൻ ടൈട്രേഷൻ നമുക്ക് 2 മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യത്തെ മെത്തേഡാണ് വിഷ്വൽ എൻഡ് പോയിൻറ്റ് ബൈ സ്റ്റാർച്ച്-അയോഡൈഡ് പേപ്പർ. ആൻഡ് സെക്കൻഡ് മെത്തേഡാണ് ഇലക്ട്രോമെട്രിക് എൻഡ് പോയിൻറ്റ് മെത്തേഡ്. അപ്പം ആദ്യത്തെ മെത്തേഡ് നമ്മൾ സാധാ പ്രിൻസിപ്പിളിലൊക്കെ പറഞ്ഞ പോലുള്ളൊരു മെത്തേഡാണ്. ആ ഒരു മെത്തേഡിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട, അതായത് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സബ്സ്റ്റൻസ് വെയ് ചെയ്തിട്ടെടുക്കുക, ഒരു ബീക്കറിനകത്ത് എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് HCl-ഉം ഡയലൂട്ട് HCl-ഉം ആഡ് ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ 15 ഡിഗ്രി സെൽഷ്യസിലോട്ട് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ഡ് വാട്ടർ ബാത്തിനകത്ത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മൾ സോഡിയം നൈട്രൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് ടൈട്രേറ്റ് ചെയ്യുക. ടൈട്രേറ്റ് ചെയ്യുന്നത് സ്ലോലി വേണം നമ്മൾ ആഡ് ചെയ്യാൻ. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഷേക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയും വേണം. എൻഡ് പോയിൻ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ടൈട്രേറ്റ് സൊല്യൂഷനിൽ നിന്ന് ഡ്രോപ്സ് എടുത്തിട്ട് സ്റ്റാർച്ച്-അയോഡൈഡ് പേപ്പറിനകത്ത് സ്പോട്ട് ചെയ്യുക. അപ്പോൾ എൻഡ് പോയിൻ്റ് ഫ്രീ നൈട്രസ് ആസിഡിൻ്റെ പ്രസൻസിലായിരിക്കും എൻഡ് പോയിൻ്റ് കാണിക്കുന്നത്. എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പിയറൻസ് ബ്ലൂ കളറാണ്. അപ്പോൾ ഇത് നമ്മൾ സിറാമിൻ, സോഡിയം അമിനോസാലിസിലേറ്റ്, പെൻസോക്കെയിൻ, സൾഫർ ഡ്രഗ്സിൻ്റെയൊക്കെ അസേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സെക്കൻഡ് മെത്തേഡാണ് ഇലക്ട്രോമെട്രിക് എൻഡ് പോയിൻറ്റ് മെത്തേഡ്. ഇതിന് നമ്മൾ ഡെഡ് സ്റ്റോപ്പ് എൻഡ് പോയിൻറ്റ് ടെക്നിക്ക് എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു മെത്തേഡിൽ ആംബിറോമീറ്റർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോഡ് പോളറൈസേഷൻ നടത്തും. അപ്പോൾ ഈ ഒരു ഫിനോമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് നമ്മൾ ടൈട്രേറ്റിംഗ് ലിക്വിഡിനകത്തോട്ട് ഇമേഴ്സ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഇലക്ട്രോഡ്സിനകത്തോട്ട് സ്മോൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യും. അതായത് 30 to 50 millivolts നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രോഡ് പോളറൈസേഷൻ സംഭവിക്കും. ഇലക്ട്രോഡ് പോളറൈസേഷൻ സംഭവിക്കുന്നതുകൊണ്ട് ഗാൽവനോമീറ്ററിലൂടെ കറണ്ടൊന്നും പാസ് ചെയ്യില്ല. ഇനി ടൈട്രേഷൻ്റെ സമയത്ത്
അതായത് സോഡിയം നൈട്രൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എക്സസ് ആയിട്ട് നൈട്രസ് ആസിഡ് ലിബറേറ്റ് ചെയ്യും. ഇങ്ങനെ എക്സസ് ആയിട്ട് നൈട്രസ് ആസിഡ് ലിബറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇലക്ട്രോഡ് ഡീപോളറൈസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഡീപോളറൈസേഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ഒരു പെർമനൻറ്റ് ഡിഫ്ലക്ഷൻ നമുക്ക് കാണാനും സാധിക്കും. ഇനി ഈ ഒരു മെത്തേഡിനകത്ത് ബ്ലാങ്ക് ഡിറ്റർമിനേഷനും ആവശ്യമാണ്. എന്നിട്ട് ഈ ഒരു രണ്ട് ടൈട്രേഷൻ്റെ ഡിഫറൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ ഇക്വലൻ്റ് ടു ദ അരോമാറ്റിക് അമീനാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ വേ ചെയ്തിട്ട് ഒരു ബീക്കറിനകത്തോട്ട് എടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് HCl വാട്ടർ ഉപയോഗിച്ച് ഡിസോൾവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ടൈട്രേറ്റിംഗ് ലിക്വിഡിനകത്തോട്ട് ഒരു പെയർ പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്യുക. അതായത് 2 പ്ലാറ്റിനം ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യുക. എന്നിട്ടൊരു ഗാൽവനോമീറ്ററും അതുപോലെ പൊട്ടൻഷ്യോമീറ്ററും വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 30 and 50 millivoltന് ഇടയിലായിരിക്കണം. അങ്ങനെ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു ടൈട്രേറ്റിംഗ് ലിക്വിഡ് നമ്മൾ സോഡിയം നൈട്രേറ്റ് 0.1 മോളാർ സോഡിയം നൈട്രേറ്റ് ഉപയോഗിച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യുക. നമ്മൾ ഒരു പെർമനൻറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നവരെ മെക്കാനിക്കൽ സ്റ്റെറർ ഉപയോഗിച്ച് സ്റ്റെർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഗാൽവനോമീറ്ററിൽ വരുന്ന പെർമനൻറ്റ് ഡിഫ്ലക്ഷനാണ് എൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് സൾഫണമൈഡ് ഡ്രഗ്സിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇനി ഈ ഡയസോട്ടൈസേഷൻ ടൈട്രേഷൻസ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ടൈട്രേഷൻസ് നമ്മൾ ബെൻസോക്കെയിൻ, ഡാപ്സോൺ, പ്രൊക്കെയിൻ ഹൈഡ്രോക്ലോറൈഡ്, സൾഫർ മെതക്സസോൾ, സൾഫർ ഡോക്സിൻ്റെയൊക്കെ അസേയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡയസോട്ടൈസേഷൻ ടൈട്രേഷനെ കുറിച്ച് പറയാനുള്ളത്.